നമസ്കാരം. ലോകത്തെ ആശങ്കപ്പെടുത്തി മറ്റൊരു വൈറസ് കൂടി. നിപ വൈറസിന്റെ ഇനത്തിൽപ്പെടുന്ന ക്യാമ്പ് ഹിൽ വൈറസ് ബാധ ആദ്യമായി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തു. ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ഡോക്ടർ ഡോ റൈസ് പാരിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത്. നിപ വൈറസ് കുടുംബത്തിന്റെ ഭാഗമായ ക്യാമ്പ് ഹിൽ വൈറസ് വിചാരിച്ചതിലും കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക ഉയർത്തുന്നു. കാനഡയിലും അമേരിക്കയിലും കാണപ്പെടുന്ന നോർത്തേൺ ഷോർട്ട് ടെയിൽസ് ഷ്രൂ എന്ന ചെറിയ സസ്തനിയിലാണ് നിലവിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മുള്ളൻ പന്നിയുടെ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ സസ്തനികൾ. നിലവിൽ ആകെ ഒരു സാമ്പിളിൽ മാത്രമാണ് വൈറസ് സാന്നിധ്യം പോസിറ്റീവായത്. നിപ വൈറസ് പോലെ വവ്വാലുകളാണ് ക്യാമ്പ് ഹിൽ വൈറസിന്റെയും വാഹകർ. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും വൈറസ് പകരാൻ ഇടയുണ്ട്. പാരാമിക്സോവൈറിഡെ എന്ന വൈറസ് കുടുംബത്തിൽ വരുന്നതാണ് ക്യാമ്പ് ഹിൽ വൈറസ്. നിപയെ പോലെ തന്നെ നാഡികളെയും ശ്വാസകോശത്തെയും ഇത് ബാധിക്കും. കൂടാതെ രോഗിയുടെ മരണത്തിനും ഈ വൈറസ് കാരണമാകും. നിപയെ പോലെ മനുഷ്യരിൽ നിന്ന് സ്രവങ്ങൾ വഴി മനുഷ്യരിലേക്ക് പകരാനിടയുള്ളതിനാൽ ഒരു പകർച്ചവ്യാധിയായി മാറാനുള്ള സാധ്യതയും ആരോഗ്യ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇതേ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു വൈറസ് മനുഷ്യരിലേക്ക് പകർന്ന സംഭവം മുമ്പ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാങ്ഹിയ എന്ന വൈറസാണ് വവ്വാലിൽ നിന്നും ഷ്രൂവിലേക്കും അവയിൽ നിന്ന് മനുഷ്യരിലേക്കും പകർന്നത്. ക്യാമ്പ് ഹിൽ വൈറസും മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകൾക്കെതിരെ പൊതുവായ വാക്സിൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ. വൈറസിന്റെ കോശസ്തരത്തിന് മുകളിൽ കാണപ്പെടുന്ന മാംസ്യ തന്മാത്രയെ ലക്ഷ്യമിടുന്ന വാക്സിനാണ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തലവേദന, ക്ഷീണം, പനി, പേശിവേദന തുടങ്ങിയവയാണ് വൈറസ് ബാധയുടെ പൊതുവായ ലക്ഷണങ്ങൾ. എന്നാൽ ചികിത്സിക്കാൻ വൈകിയാൽ മസ്തിഷ്ക ജ്വരത്തിനും കാരണമാകും. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ആശയക്കുഴപ്പം, ഹൈപ്പർ റിഫ്ലക്സിയ, അപസ്മാരം തുടങ്ങിയ നിരവധി അവസ്ഥകളുണ്ടാകും. ഇതിനൊപ്പം ശ്വസന പ്രശ്നങ്ങളും ഉടലെടുക്കാം. ചികിത്സ വൈകിയാൽ രോഗി കോമയിലേക്ക് പോവുകയും മരണകാരണമായി തീരുകയും ചെയ്യും. നിപയെ പോലെ തന്നെ മരണനിരക്ക് 57% കണക്കാക്കുന്നത്. നിപയുടെ തന്നെ ചില ഔട്ട്ബ്രേക്കുകളിൽ 100% മരണനിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്.